വെൽക്കം ബാക്ക് ടു സുബാബ വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ രാവിലെ എല്ലാവരും ഈ റെഡിയായി നിൽക്കുന്നത് ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ആലപ്പുഴയിൽ വന്നത് ക്ഷേത്രത്തിലൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൽ കുട്ടികളെ ചിക്കരയ്ക്കിരുത്തണ ഒരു ആചാരമുണ്ട്. അതായത് കുട്ടികളെ ദേവിയും ദേവനായിട്ട് ആഭരണവും പട്ടും ഒക്കെ ഉടുപ്പിച്ച് കുട്ടികളെ 21 ദിവസം ക്ഷേത്രത്തിൽ ഇരുത്തുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല, പറയാൻ ഞാൻ ആളുമല്ല. അപ്പം എൻ്റെ കസിൻ്റെ 2 കുട്ടികൾ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ രാവിലെ എല്ലാവരും റെഡിയായി. ബസ്സുൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ബസ്സു എനിക്കൊരു ഫോട്ടോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ബസ്സു ഏൽപ്പിടിച്ച് എല്ലാവരുടെയും ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം നന്നായിട്ട് അവൻ എടുത്തു തരും. പിന്നെ ഇപ്പോഴത്തെ ഫോണിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ എങ്ങനെയൊക്കെ ആക്കിയാലും നല്ല ഫോട്ടോസ് കിട്ടുമല്ലോ. അങ്ങനെ അമ്മ, വല്യമ്മ, വല്യച്ഛൻ, ഏട്ടൻ, ഞാൻ, വസു, നമ്മളെല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ പോണത്. അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അച്ഛന് കാലിന് പ്രശ്നമുള്ളതുകൊണ്ട് അച്ഛൻ നമ്മുടെ കൂടെ വന്നില്ല. അങ്ങനെ പിന്നെ കുറേ നേരം അങ്ങോട്ട് ഇറങ്ങി നമ്മൾ നടക്കാനൊക്കെ ഉള്ളത് കൊണ്ടാണ് അച്ഛൻ വരാഞ്ഞത്. ഇത് കൃപാസനം, എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. തിരിച്ചു വരുമ്പം അവിടെ എനിക്ക് ഇറങ്ങണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര തിരക്ക്, സൺഡേ കൂടെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ കണിച്ചുകുളങ്ങര ചെന്നിട്ടും ഭയങ്കര തിരക്ക്. ഒന്നാമത് ഉത്സവമാണ്, പിന്നെ സൺഡേ പൊതുവെ എല്ലായിടവും ഒരു റഷ് ഉണ്ടാവുമല്ലോ. എവിടെയൊക്കെയോ കൊണ്ടാണ് ഏട്ടൻ വണ്ടി പാർക്ക് ചെയ്തത്. നമ്മളെ ഒരു സൈഡ് ഇറക്കിയിട്ടാണ് ഏട്ടൻ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയത്. വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. അങ്ങനെ വസുവിൻ്റെ തട്ടകത്തിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. കണ്ടല്ലേ, എവിടെ പോയാലും കളിപ്പാട്ടം, അവിടെ എവിടെ നോക്കിയാലും ഈ കടകളാണ് ഉണ്ടായിരുന്നത്. പിന്നെ വാങ്ങിച്ചു കൊടുക്കാതെ രക്ഷയില്ലാതെ വാങ്ങാൻ കയറിയതാണ്. അപ്പോൾ അമ്മയെ കറക്കിയാണ് ഇപ്രാവശ്യം വാങ്ങാൻ പോയത്. മോതിരം വേണമെന്നും പറഞ്ഞാണ് ആൾ കയറിയിട്ട് പറഞ്ഞു, മോതിരം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഈ ബോക്സ് മതിയെന്ന്. ഇത് ബോക്സ്, പെൻസില്, റേസർ, ഷാർപ്നർ ഒക്കെ ആയിട്ടുള്ള ഒരു സെറ്റ്. അപ്പം വസുന് ശരിക്കും സ്കൂളിൽ ഇതൊന്നും കൊണ്ടുപോയിക്കൂടാ. അവർ ആക്ച്വലി മേടിച്ച് വെച്ചിട്ടുണ്ട് നേരത്തെ സ്കൂള് ഓപ്പൺ ചെയ്ത സമയത്ത്. പക്ഷെ ഇത് വേണമെന്നും പറഞ്ഞ് വീണ്ടും വാങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ അതും വാങ്ങി നമ്മൾ കുട്ടികളെ കാണാൻ വേണ്ടി വന്നു കേട്ടോ. ഇതാണ് ഒരു കുട്ടി, അനു. അപ്പം ഇവനും കൂടെ അടിയാണ് നടക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവൻ വാങ്ങിച്ചുകൊണ്ട് വന്ന പെൻസിൽ ബോക്സിൻ്റെ സെറ്റ് അവന് വേണം. അവൻ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്, പക്ഷെ നടക്കുന്നില്ല. പിന്നെ അടി കലശലാവുമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ വസുവിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞു, വസുവിന് വേറെ വാങ്ങിച്ചു തരാം, മക്കളിത് കൊടുക്കുമെന്ന് ചോദിച്ചപ്പം വേറെ വാങ്ങിച്ചു തരുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് അത് അവന് കൊടുത്തു കേട്ടോ. അങ്ങനെ ഇതുപോലെ കുറേ റൂംസ് ഉണ്ട് കേട്ടോ അവിടെ. ആ റൂംസിലാണ് ഈ കുട്ടികളെ 21 ദിവസം. കാരണം അപ്പോഴപ്പോഴായിട്ട് നമ്മൾ 2 നേരം കൊണ്ട് ക്ഷേത്രത്തിൽ വല വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട്. പിന്നെ 21 ദിവസത്തിനിടയ്ക്ക് കുട്ടികൾക്ക് സ്കൂളിൽ വേണമെങ്കിൽ പോകുമ്പോൾ പ്രത്യേകം ഓട്ടോയിൽ കയറ്റിയൊക്കെ കൊണ്ടുപോകണം. അങ്ങനെ കുറച്ച് ടേംസ് ഒക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മുടെ കുട്ടികൾ സ്കൂളിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. 21 ദിവസം അവർ കംപ്ലീറ്റ് അവിടെ ക്ഷേത്രത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെന്നപ്പോൾ അവർ നമുക്ക് സ്വീറ്റ്സും വെള്ളമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വസു അവിടെ നിന്ന് ഭയങ്കര കളിയാണ് കേട്ടോ. വസുവിൻ്റെ ഏജിനുള്ള ആളെ കിട്ടിയപ്പോഴേക്കും വസു ഭയങ്കര ഹാപ്പിയായി. അതിൻ്റെ ഇടയ്ക്ക് വസു പോയി 2ാമത്തെ സെറ്റ്, ആ പെൻസിലിൻ്റെ ബോക്സിൻ്റെ ആ സെറ്റ് ഒന്നുകൂടെ പോയി മേടിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ 2 പേർക്കും കിട്ടി, സന്തോഷമായിട്ട് ഇവിടുന്ന് കളിക്കുകയാണ്. അപ്പം ഈ 2 കുട്ടികളാണ് കേട്ടോ ചിക്കരിക്കരുന്നത്, മോനുവും അനുവും. അപ്പം മോനുവിനെ കുറിച്ച് പറയാനാണെങ്കിൽ, അതായത് മൂത്താളെ കുറിച്ച് പറയാനാണെങ്കിൽ, എൻ്റെ വസുവിനെ കൊണ്ടുനടന്ന പോലെ ഞാൻ കൊണ്ട് നടന്നൊരു മോനാണേ. ഞാൻ +1 പഠിക്കുന്ന സമയത്താണ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കേട്ടോ അവനുണ്ടാവുന്നത്. അപ്പോൾ അവനുമായിട്ട് ഞാൻ ഭയങ്കര അറ്റാച്ച്ഡാണ്. 3ാം മാസം തൊട്ടേ നമ്മുടെ കൺമുന്നിൽ കിടന്ന് വളർന്ന മോൻ. അപ്പോൾ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്, എൻ്റെ ക്ലോസ് ടു മൈ ഹാർട്ടാണ് അവൻ. അങ്ങനെ നമ്മൾ വന്നപ്പോഴേ നമ്മൾ ക്ഷേത്രത്തിൽ കയറി തൊഴുത്തിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര തിരക്കും ക്യൂ ആയിരുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ പോയി കണ്ടതിന് കഴിഞ്ഞിട്ടാണ് കേട്ടോ ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഇതുപോലെ ഒരുപാട് സംഗതികൾ, കുട്ടികൾക്ക് വേണ്ടി മുടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതികളൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ നമ്മൾ നടന്ന് അവിടെ ഇവിടെയൊക്കെ കണ്ടാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അതുപോലെ തന്നെ അവിടെ എപ്പോഴും ഇങ്ങനെ മണ്ണ് നനച്ചിടും കേട്ടോ. ആളുകൾക്ക് നടക്കാനുള്ള ഈസിക്ക് വേണ്ടിയിട്ട് എപ്പോഴും തറ ഇങ്ങനെ നനച്ചിടും. അല്ലെങ്കിൽ നല്ല ചുട്ടുപഴുത്ത മണ്ണല്ല ഇത്രയും വെയിലിൽ. അപ്പോൾ ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ നനച്ചിട്ടുണ്ടാവും. പിന്നെ
അതിനിടയിൽ വസു വീണ്ടും പോയിട്ടുണ്ട്. വസുവിന് നേരത്തെ മോതിരം വേണ്ടാന്ന് പറഞ്ഞ ആൾക്ക് ഇപ്പം മോതിരം കിട്ടിയേ പറ്റുള്ളൂ. അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് അമ്മയും വല്യച്ഛനെയും കൂടെ കറക്കി കൊണ്ടുപോയി മോതിരം വാങ്ങുകയാണ് കേട്ടോ. അവിടെ നിന്ന് വാങ്ങിയിട്ടാണ് ആള് വന്നത്. കളിപ്പാട്ടം വേണം, കാറ് വേണം, ജീപ്പ് വേണം. അങ്ങനെ കളിക്കലൊന്നും അവനെ പാട്ട് വെച്ച് മോതിരത്തിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന അടുത്ത ഐറ്റമാണ് കണ്ണാടി. എന്താ കഥ! ഈ സ്ഥലങ്ങളിലൊന്നും എൻ്റെ വസുവിനെ കൊണ്ടുപോകാൻ കൊള്ളേയില്ല കേട്ടോ. ഭയങ്കര നഷ്ടമാണ്. അതാ എവിടെ തിരിഞ്ഞാലും ഈ കളിപ്പാട്ടങ്ങളും ഈ അവന് വേണ്ടുന്ന സാധനങ്ങളും മാത്രം. പിന്നെ എന്താ ചെയ്യുക, അവിടെ കിടന്ന് കരയുമ്പോൾ വാങ്ങിച്ച് സമാധാനപ്പെടുത്തുക. അങ്ങനെ കണ്ണാടി വാങ്ങാൻ കയറാണ് കേട്ടോ. കണ്ണാടി വാങ്ങി ഒരു എക്സ്ട്രാ കൂടി വാങ്ങിച്ചിട്ടുണ്ട് ഒരെണ്ണം അനുവിന് വേണ്ടിയിട്ട്. ഇനി അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ വീണ്ടും അടിയിൽ അവസാനിക്കുമെന്ന് അറിയുന്നുണ്ട്. വീണ്ടും ഒരു കണ്ണാടി 2 കണ്ണാടി മേടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി. അത്രയും നടന്ന് വന്നപ്പോഴേക്ക് വെള്ളം ദാഹിച്ചു. അവര് പാൽ സർബത്ത് എന്തോ വാങ്ങിച്ചു. ഞാനൊരു കുലുക്കി സർബത്തല്ല വാങ്ങിച്ചത്, ഒരു സോഡാ സർബത്താണ് വാങ്ങിച്ചത്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല. മധുരമേ ഉണ്ടായിരുന്നില്ല, നാരങ്ങയുടെ ഒരു ഫ്ലേവറും ഉണ്ടായിരുന്നില്ല. ഹോണസ്റ്റ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്തോ ഒരു വട്ടവെള്ളം പോലെയാണ് എനിക്ക് തോന്നിയത്. നമ്മളങ്ങനെ ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ടൊക്കെ വന്നപ്പോഴേക്കും ഇവര് ഊണൊക്കെ ഉണ്ടാക്കിട്ടോ. നല്ല കൂട്ടാനൊക്കെ ആയിരുന്നു. പരിപ്പ് കറി, തീയൽ, ചീരത്തോരൻ, അച്ചാറ്, പപ്പടം, പിന്നെ പച്ചടി, കിച്ചടി, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഒരു ഊണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം നമ്മളവിടെ ഇരുന്നു. അപ്പോഴും പിള്ളേർ ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. മറ്റേ ജനനായകനിലെ പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് ഭയങ്കര ഡാൻസ് കളിക്കായിരുന്നു. അത് കഴിഞ്ഞ് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടായിരുന്നു ബാക്കി ഡാൻസ്. കുറച്ചു നേരം എല്ലാവരും ഇട്ടിരുന്ന് കഥയൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ഇറങ്ങാനുള്ള പുറപ്പാടായിട്ടോ. കാരണം നമുക്ക് എത്ര നേരത്തെ ഇറങ്ങുന്നു അത്രയും നേരത്തെ നമുക്ക് ട്രിവാൻഡ്രത്തേക്ക് പോവാം. കാരണം ഇന്ന് തന്നെ നമുക്ക് തിരിച്ച് പോവേണം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പോകുന്ന വഴിക്ക് വസൂരി ഇട്ടാ പൊട്ടിയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എവിടെ നിന്ന് കണ്ടോ, യൂട്യൂബാണ് വസുവിൻ്റെ മെയിൻ സോഴ്സ്, എന്തൊക്കെ എവിടെയൊക്കെ കിട്ടും എന്നുള്ളത്. അങ്ങനെ അതും മേടിച്ചു. നമ്മൾ നേരെ വീട്ടിൽ വന്നു. അങ്ങനെ വീട്ടിൽ വന്നിട്ട് വല്യമ്മയും ഞാനും കൂടെ ഇരുന്ന് കുറച്ച് കഥയൊക്കെ കഥ പറഞ്ഞു. വല്യമ്മ ഇവിടെ ഇരുന്ന് വല്യമ്മ ടിക്കറ്റ് കൗണ്ടറിലാണ് ഇരിക്കുന്നത് റെയിൽവേയിൽ. അപ്പം ട്രെയിനിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുകയാണ്. അപ്പോഴാണ് വല്യമ്മ എനിക്ക് തെയ്ത്ത് ഓൺലൈനിൽ വന്നു എന്ന് പറഞ്ഞു എനിക്ക് എടുത്ത് തന്നു കേട്ടോ. നമ്മുടെ ബുദ്ധനില്ലേ, കുട്ടി ബുദ്ധൻ, ഇങ്ങനെ കാണണ്ട കേൾക്കണ്ട അങ്ങനെയുള്ള സംഗതി എനിക്ക് വാങ്ങിച്ചു തന്നു കേട്ടോ. വന്ന പാടെ ഏട്ടൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വസുവും അമ്മയും കൂടെ മമ്മിയുടെ വീട്ടിൽ പോയിട്ട് എനിക്ക് കുറെ കാന്താരിയും പറിച്ചിട്ട് വരുന്നുണ്ട്. എന്താന്ന് എന്ത് വസു അങ്ങനെ മമ്മിയുടെ വീട്ടിൽ പോയപ്പോ മമ്മി നല്ല കൂർക്കുമല്ലല്ലോ, കൂർക്കയും ബീഫും കൂടി വെച്ചതും ബ്രെഡും കൂടി കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഈ കൂർക്കയിട്ട ബീഫ്. അപ്പം അതൊരു വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നല്ല സുഖസുഭിക്ഷമായിട്ട് ഞാനിവിടെ നകത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോവയ്ക്ക, പാവയ്ക്ക എല്ലാം നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. അപ്പോൾ പോരാ നേരത്തെ ഞാൻ അതും കൂടെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വീട്ടിൽ കൊണ്ടുവന്ന് കറി ഉണ്ടാക്കാമല്ലോ, ഫ്രഷ് സാധനമല്ലേ. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി റെഡി ആയിരിക്കണം കേട്ടോ. വസുവിനെ ആദ്യമേ റെഡിയാക്കി. വസു അച്ഛനെ മുല്ലയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ദൈ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത്രയും കളിപ്പാട്ടങ്ങളൊന്നും മേടിച്ചത് പോരെ, ഇനിയും മേടിക്കണം അത്ര. നമ്മൾ ഫുഡ് കൂടെ കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പം അച്ഛൻ വൈകിട്ട് കല്യാണ ബിരിയാണി വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ബിരിയാണി, അങ്ങനെ ചിക്കൻ ബിരിയാണി. അങ്ങനെ നമ്മളിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ഡിക്കിയിലാക്കാണ് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് ഒരു ബാഗായിട്ട് വന്നിട്ട് തിരിച്ച് 10 ബാഗായിട്ടാണ് പോണത്. അത് ഓൾമോസ്റ്റ് എല്ലാവരുടെ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഉള്ള അവസ്ഥ ഇതായിരിക്കുമല്ലോ. കുറേ പലചരക്ക് സാധനങ്ങളും അതും ഇതൊക്കെ ആയിട്ട് തേങ്ങ വരെ തന്നാണ് കേട്ടോ വിടുന്നത്.
എന്തോ ആയിക്കോട്ടെ, അവരുടെ സ്നേഹം അവരങ്ങനെയല്ലേ എക്സ്പ്രസ് ചെയ്യുള്ളൂ. അങ്ങനെ എപ്പോഴും വന്നാലും തിരിച്ചു പോകുമ്പോൾ ഒരു വിഷമാണ്, പോകാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഇനി പുറത്തിറങ്ങിയിട്ടുള്ള ബാക്കി സ്നേഹപ്രകടനമാണ് കേട്ടോ അത് ഈ കാണുന്നത്. അമ്മ ചുമ്മാ ഇരി അമ്മ, നമുക്ക് ഫ്രൂട്ട്സ് കടയിൽ നിന്ന് മേടിക്കാം പഴുത്ത ഭാഗം. എന്റേതാണ് കേട്ടാ, എന്റെ സ്വന്തമാണ്, എന്റെ ആണ്. ഒച്ച ഇരിക്കേ ഇവനെ ഉറക്കി കളിച്ചിട്ട് ഡാഡി നമുക്കിനി വീട്ടിൽ പോകാം. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം എത്തിയപ്പോഴേക്കും കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു ചായ കുടിക്കാനായിട്ട് കയറിയിട്ടാവും. ഭയങ്കര റിഫ്രഷിങ് ആയിരുന്നു കേട്ടോ ചായ. ഒരുപാട് ഫ്ലവേഴ്സിലുള്ള ചായ ഉണ്ടായിരുന്നു. ഞാൻ വാങ്ങിച്ചത് ഇഞ്ചിയും ഏലക്കയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര റിഫ്രഷിങ് ആയിരുന്നു. ആ ചായ കുടിച്ചപ്പോൾ എന്തോ ഒരു സ്വർഗം കിട്ടിയ ഫീലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചായ കുടിയും കഴിഞ്ഞു. നമ്മൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് സുബാബ വ്ളോഗ്സ്.